കേരളത്തിൽ UDF മുന്നണിയുടെ വിജയം സുനിശ്ചിതമാക്കാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റിയാദ് KMCC വനിതാ വിംഗ് പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമസ്കാരം. പ്രവാസ ലോകത്തെ മലയാളികളുടെ, ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രതീക്ഷയും താങ്ങുതണലുമായ KMCC എന്ന മഹാപ്രസ്ഥാനത്തിലെ റിയാദിൽ നിന്നുള്ള വനിതാ പ്രതിനിധികളാണ് ഞങ്ങൾ. ദൂരദേശത്താണെങ്കിലും എപ്പോഴും ഞങ്ങളുടെ ഹൃദയം നാടിനൊപ്പമാണ്. പ്രവാസ ലോകത്തെ ഈ തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സമാഗതമായ നിയമസഭാ ഇലക്ഷൻ UDFന്റെ മിന്നും വിജയത്തിനായി ഈ പോരാട്ട വീര്യത്തിൽ ഞങ്ങളും അണിചേരും. അതെ, മുസ്ലിം ലീഗിന്റെ പാരമ്പര്യവും UDFന്റെ ഐക്യവുമാണ് നമ്മുടെ നാടിന്റെ സുരക്ഷ. ഈ പോരാട്ടത്തിൽ ഞങ്ങളുടെ ശബ്ദവും ഓരോ വോട്ടർമാരിലും എത്തണം. നമ്മുടെ മക്കളുടെ സ്വപ്നങ്ങൾ തുഴഞ്ഞാൽ അവർക്ക് ഭയമില്ലാതെ ജീവിക്കാൻ UDF വന്നേ പറ്റൂ. വോട്ട് ഫോർ UDF. പ്രവാസി കുടുംബങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടും തിരിച്ചറിയുന്ന നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശബ്ദം നിയമസഭയിൽ മുഴങ്ങട്ടെ. ഞങ്ങൾ പ്രവാസികൾ നാടിനു വേണ്ടി സംസാരിക്കുന്നു. വോട്ട് ഫോർ UDF. വാഗ്ദാനങ്ങളല്ല, പ്രവൃത്തിയാണ് ലക്ഷ്യം. വോട്ട് ഫോർ UDF. നമ്മുടെ വിജയത്തിനായി, നമ്മുടെ നാടിനായി വോട്ട് ഫോർ UDF. മലാസിലെ കിങ് അബ്ദുള്ള പാർക്കിൽ ഒത്തുകൂടിയ വനിതാ പ്രവർത്തകർ പ്ലക്കാർഡുകൾ ഏന്തി UDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ വികസനത്തിനും പ്രവാസികളുടെ ക്ഷേമത്തിനും UDF അധികാരത്തിൽ വരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് ചടങ്ങിൽ സംസാരിച്ച നേതാക്കൾ ഓർമ്മിപ്പിച്ചു. പ്രവാസികൾ നേരിടുന്ന യാത്രാക്ലേശങ്ങൾ പരിഹരിക്കാനും ടിക്കറ്റ് നിരക്കിലെ വർധനവ് നിയന്ത്രിക്കാനും പ്രവാസി പുനരധിവാസ പദ്ധതികൾ കാര്യക്ഷമമാക്കാനും UDFന് മാത്രമേ സാധിക്കൂവെന്ന് വനിതാ വിംഗ് ചൂണ്ടിക്കാട്ടി. നാട്ടിലുള്ള തങ്ങളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വോട്ടവകാശം വിനിയോഗിക്കണമെന്നും നാടിന്റെ ഐക്യവും മതനിരപേക്ഷതയും നിലനിർത്താൻ UDF സ്ഥാനാർത്ഥികളെ അവരുടെ ഔദ്യോഗിക ചിഹ്നങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വനിതാ വിംഗ് ഭാരവാഹികളായ പ്രസിഡന്റ് റഹ്മത്ത് അഷ്റഫ്, ജനറൽ സെക്രട്ടറി ജസീല മൂസ എന്നിവർ ആഹ്വാനം ചെയ്തു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനിതാ വിംഗ് പ്രവർത്തകരായ നജ്മ ഹാഷിം, സബിത മുഹമ്മദ് അലി, സാറ നിസാർ, ഫസ്ന ഷാഹിദ്, സുഹറ സൈദലവി, സൽമ ഹാഷിം, നിസാ നിസാർ തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഐക്യദാർഢ്യ പരിപാടിയിൽ പങ്കുചേർന്നു. വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ വഴിയും കുടുംബ കൂട്ടായ്മകൾ വഴിയും പ്രചാരണം കൂടുതൽ ഊർജിതമാക്കാൻ വനിതാ വിംഗ് തീരുമാനിച്ചു.